വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇങ്ങനെ നമ്മുടെ 30 ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്ലാസ്സിലെ 29ാമത്തെ ദിവസമാണെന്ന്. 29ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ പഠിക്കണേ. 135/2025 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നാളത്തെയും കൂടെ കഴിഞ്ഞാൽ, ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പഠനം തീരും. 30 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പഠിക്കും. അടുത്ത 30 ദിവസം, ഇനി ഒരു 40 ദിവസത്തോളം നമുക്ക് ബാക്കിയുണ്ട്. കഷ്ടി. അപ്പൊ നമ്മളൊരു അടുത്ത 30 ദിവസം ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ LGSന്റെ നിങ്ങളുടെ സിലബസ് ആസ്പദമാക്കിയിട്ട് സിലബസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റിവിഷൻ ക്ലാസ് തുടങ്ങാവുന്നതാണ്. 30 ദിവസം കൊണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു റിവിഷൻ. അപ്പൊ നമ്മളിപ്പോ ഒരു ബോർഡ് വെച്ചിട്ടുള്ള ഒരു ക്ലാസ് ഒക്കെ മാറ്റി ഇത്തിരി സ്പീഡില് നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവാൻ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട്, അങ്ങനെ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്ലാസ് കഴിയുമ്പോൾ അത് ആരംഭിക്കാം. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: താഴെ പറയുന്നവയിൽ മത്സ്യ ഇനത്തിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചേക്കണം. അപ്പൊ മത്സ്യ ഇനത്തിൽ പെടാത്തത് ഏതെന്ന് ചോദിക്കുമ്പോ അതിന്റെ ഉത്തരം നമുക്കിപ്പോ കാണുമ്പോൾ നമുക്ക് ചെമ്മീനൊക്കെ മത്സ്യമായിട്ട് തോന്നും. പക്ഷെ ചെമ്മീൻ എന്തല്ല, മത്സ്യമല്ല മക്കളെ. അപ്പൊ ഇതിൽ മത്സ്യ ഇനത്തിൽ പെടാത്തത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നമ്മൾ ചെമ്മീനാ പറയണ്ടേ. അപ്പൊ നിങ്ങൾക്ക് പലർക്കും സംശയം ഉണ്ടാവും ചെമ്മീൻ എന്താ എന്നുള്ളത്. അപ്പൊ ചെമ്മീൻ എന്താ എന്നുള്ളതൊന്ന് ഓർത്തു വെച്ചോളൂ. ജന്തുലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫൈലം, ജന്തുലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫൈലമായ ആർത്രോപോഡ. എന്താണ് ജന്തുലോകത്തിലെ ഏറ്റവും വലിയ ഫൈലത്തിന്റെ പേര്? ആർത്രോപോഡ എന്നാണ്. ആ ആർത്രോപോഡയ്ക്ക് ഉദാഹരണമാണ് ഏത്? നമ്മുടെ ഈ ചെമ്മീൻ എന്ന് പറയുന്നത്. അതൊന്ന് മനസ്സിലാക്കാം. ഇനി മീനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ചോദിക്കാറില്ല. അടുത്തൊരു ചോദ്യമാണ്: കേരളത്തിൽ കാണപ്പെടുന്ന ഒരിനം ശുദ്ധജല മത്സ്യം ഏത് എന്നുള്ളത് എപ്പോഴും ചോദിക്കാറുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാവും. അതിന്റെ പേരെന്താ? മിസ് കേരള എന്നാണ്. കേരളത്തിൽ കാണപ്പെടുന്ന ശുദ്ധജല മത്സ്യം ഏതാണ്? മിസ് കേരള എന്നുള്ളതാണ്. മത്സ്യ ഉൽപാദനവുമായി ബന്ധപ്പെട്ട വിപ്ലവത്തിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ബ്ലൂ റെവല്യൂഷൻ അഥവാ നീല വിപ്ലവം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ലോകത്തിലെ ആദ്യത്തെ 6G പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ഏതാണ്? ചൈനയാണ്. ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമായ പ്രതിഭാസത്തിന് വിളിക്കുന്ന പേര് എന്താണ്? എന്താണ്? വിസരണം എന്നാണ്. എന്താണ് പേര്? വിസരണം. 2022 ഫിഫ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായവ ഏതെല്ലാം എന്നാണ് ചോദിക്കുന്നത്. അതിൽ 1, 2, 4 ഓപ്ഷനുകളാണ് ശരി. അതായത് അർജന്റീന മൂന്നാമതും കപ്പ് നേടി എന്നുള്ളതും, പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആയി മെസ്സി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതും, കിലിയൻ എംബാപ്പെ ഗോൾഡൻ ബൂട്ട് നേടി എന്നുള്ളതുമാണ് ഇതില് എന്താ പറയുന്നത് ശരിയായിട്ടുള്ളത്. ഇപ്പൊ 2ാം സ്ഥാനം നേടിയത് ഫ്രാൻസ് ആണ്. ആരാണ്? ഫ്രാൻസ് ആണ്. അപ്പൊ അതാണ് തെറ്റ്. അടുത്ത: കേരളത്തിലെ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളെ കുറിച്ച് പഠനം നടത്തുന്ന ഏജൻസിയുടെ പേര് എന്താണ്? എന്താണ് ഏജൻസിയുടെ പേര്? അനർട്ട് ആണ്. 1986 അനർട്ട് രൂപീകൃതമായത് എന്ന് ഓർത്തുവയ്ക്കാം. അടുത്തത് 6ാമത്തെ ചോദ്യം: ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കുന്നത് ഏത് മരത്തിന്റെ തടി കൊണ്ടാണ്? വില്ലോ മരം. ഏതാണ്? വില്ലോ മരം. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കെ കേളപ്പനാണ്. ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏതാണ്? കേരളമാണ്. ഗാന്ധിജി പങ്കെടുത്ത സമരങ്ങൾ കാലഗണനാക്രമത്തിൽ ചിട്ടപ്പെടുത്തുക എന്നതാണ് 9ാമത്തെ ചോദ്യം. ഏതാണ് ആദ്യത്തേത്? ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹം. ഫസ്റ്റ് ചമ്പാരൻ സത്യാഗ്രഹം. അടുത്തത് ചൗരി ചൗര സംഭവം. അടുത്തത് നിസ്സഹകരണ പ്രസ്ഥാനം. അടുത്തത് ക്വിറ്റ് ഇന്ത്യ സമരം. അപ്പൊ ചമ്പാരൻ സത്യാഗ്രഹം, ചൗരി ചൗര, നിസ്സഹകരണം, ക്വിറ്റ് ഇന്ത്യ. അങ്ങനെയാണ് 9ാമത്തെ ഓപ്ഷൻ ആയിട്ട് വരണേ. അടുത്തത് 10ാമത്തെ ചോദ്യം എന്താണ് ചോദിച്ചേക്കണേ? ജലത്തിലൂടെ പകരുന്ന ഒരു വൈറസ് രോഗത്തിന് ഉദാഹരണമാണ് മഞ്ഞപ്പിത്തം. ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഗോവ. ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഗോവ. ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന കുറച്ചധികം സംസ്ഥാനങ്ങൾ ഉണ്ട്. എന്താ പറയാ, അറിയണം എന്നുള്ളവരെ ഓർത്തു വെക്കുക. ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളാണ് കേരളം, അടുത്തത് തമിഴ്നാട്, പിന്നെ ഏതാണ്? കർണാടക. ഏതാണ്? കർണാടക. അടുത്തത് ആന്ധ്രാപ്രദേശ്. പിന്നെ അടുത്തത് എന്താണ്? തെലുങ്കാന. എന്താണ്? തെലുങ്കാന. നെക്സ്റ്റ് വൺ മഹാരാഷ്ട്ര. ഏതാണ്? മഹാരാഷ്ട്ര.
അടുത്തത് ഏതാണ്? ഗോവ. അതിപ്പോ നമ്മൾ പറഞ്ഞു. അടുത്തത് ഒഡീഷ. ഒഡീഷ. നെക്സ്റ്റ് വൺ ഗുജറാത്ത്. അടുത്തത് ഏതാണ്? രാജസ്ഥാൻ. ഇനി അടുത്തത് ഛത്തീസ്ഗഡ്. ഏതാണ്? ഛത്തീസ്ഗഡ് കേട്ടോ. ഛത്തീസ്ഗഡ്. അടുത്തത് ഏതാണ്? ജാർഖണ്ഡ്. ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്. അടുത്തത് ഏതാണ്? വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാൾ. അസം, മിസോറാം. അസം, മിസോറാം തുടങ്ങിയവയാണ്. അതില് നമ്മൾ രാജസ്ഥാനില് ബൻസ്വാര ജില്ലയും അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിന്റെ തെക്കൻ ഭാഗങ്ങളും മാത്രമേ ഉൾപ്പെടുന്നുള്ളൂ എന്നും കൂടി ഓർത്തു വെക്കാം. അടുത്തത് 12ാമത്തെ ചോദ്യം. ബരാലാച്ചില ചുരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. ജയന്തിയ കുന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മേഘാലയയിലാണ് ജയന്തിയ കുന്ന്. ഗുരുവായൂർ സത്യാഗ്രഹം ഏത് വർഷത്തിലാണ് നടന്നത്? 1931 ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ. മഹാത്മാഗാന്ധി 1931 ആരംഭിച്ച മാസികയുടെ പേര് എന്താണ്? യങ് ഇന്ത്യ. നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? ആർട്ടിക്കിൾ 14 പറയുന്നത്. ഏത് വർഷത്തിലാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിന്റെ കിരീടധാരിയായത്? 1804. കാടമം കുന്ന് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? കേരളത്തിലാണ്. അടുത്തത് നാഥുല ചുരം ഏത് സംസ്ഥാനത്താണ്? സിക്കിമിലാണ്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭമായ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാഥ നയിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്തക്കിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനത്തിന്റെ പേര് എന്താണ്? കെയ്ബുൾ ലംജാവോ. ദക്ഷിണേന്ത്യയിൽ പല്ലവരുടെ കാലത്ത് രൂപപ്പെട്ട ക്ഷേത്ര നിർമ്മാണ ശൈലി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ദ്രാവിഡ ശൈലി എന്ന് അറിയപ്പെടുന്നു. മടക്ക് പർവ്വതങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപം കൊള്ളുന്നവയാണ് മടക്കുപർവ്വതങ്ങൾ. ഓപ്ഷൻ 25 എയില് ഒന്നാമത്തേതാണ് ആൻസർ. അടുത്തത് തൊഴിൽ പങ്കാളിത്തത്തിലും വരുമാനത്തിലുമുള്ള ലിംഗപദവി വ്യത്യാസങ്ങളുടെ കാരണങ്ങളെ കുറിച്ച് ഗവേഷണം നടത്തുകയും അതുപോലെ 2023 സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടുകയും ചെയ്ത വനിത ആരാണ്? ക്ലോഡിയ ഗോഡിൽ. എന്താണ്? ക്ലോഡിയ ഗോഡിൽ. അവരാണ് ആ വനിത. അടുത്തത് 27ാമത്തെ ചോദ്യം ഏതാണ്? ധാതുക്കളുടെ ഹൃദയഭൂമി എന്ന് അറിയപ്പെടുന്ന പീഠഭൂമിയുടെ പേര് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി എന്നാണ്. ചോളന്മാരുടെ തലസ്ഥാനമായ തഞ്ചാവൂരിൽ സ്ഥിതി ചെയ്യുന്നതും യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചതുമായ ലോക പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രം ഏതാണ്? തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രം. ദാരിദ്ര്യ ലഘൂകരണം, സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ച എന്നിവ ലക്ഷ്യമിട്ട് 97 മെയ് 17 ആരംഭിച്ച ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ പേര് എന്താണ്? കുടുംബശ്രീ എന്നാണ്. 1996 മാർച്ച് 14 നിലവിൽ വന്ന കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആയ കവയിത്രി ആരാണ്? സുഗത കുമാരിയാണ്. അടുത്തത് കേരള ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്ന ആർട്ടിക്കിൾ 226 ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് നിയമത്തിന് മുമ്പിലുള്ള സമത്വം നൽകുന്നത്? ഏത് അനുച്ഛേദമാണ് നിയമത്തിന് മുമ്പുള്ള സമത്വം നൽകുന്നത്? ആർട്ടിക്കിൾ 14 അല്ലെങ്കിൽ അനുച്ഛേദം 14 സർക്കാർ ഉദ്യോഗസ്ഥരോട് തങ്ങളുടെ കടമ നിർവഹിക്കാൻ നിർബന്ധിക്കുന്ന റിട്ടിന്റെ പേര് എന്താണ്? മാൻഡമസ്. ടു കമാൻഡ് എന്ന അർത്ഥം വരുന്ന ലാറ്റിൻ പദമാണ് ഏത്? മാൻഡമസ് എന്ന് പറയുന്നത്. 34ാമത്തെ ചോദ്യം. ഇന്ത്യൻ മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയുടെ പേര് സ്വരൺ സിംഗ് കമ്മിറ്റി എന്നാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് മൗലിക കടമകളെ കുറിച്ച് കൃത്യമായി പ്രതിപാദിക്കുന്നത്? അനുച്ഛേദം 51A ലോക മനുഷ്യാവകാശ ദിനം ഡിസംബർ 10 ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആരാണ്?
അപ്പോ ശ്രീമതി വിജയഭാരതി സയാനി എന്നുള്ളതാണ് ഇതില്. കാരണം അവര് 2024 ജൂൺ മുതൽ ഡിസംബർ 30 വരെ അവര് ആക്ടിംഗ് ചെയർപേഴ്സൺ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. നിലവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഒമ്പതാമത്തെ കേട്ടോ, ഒമ്പതാമത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായി ഡിസംബർ 30, 2024 ജസ്റ്റിസ് വി സുബ്രഹ്മണ്യത്തെ അപ്പോയിന്റ് ചെയ്തു. അപ്പൊ നിലവിൽ ആരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യാണ്. അടുത്തത് 8ാമത്തെ ആള് ആരായിരുന്നു? അരുൺകുമാർ മിശ്രയായിരുന്നു. നമ്പർ ഇട്ട് ചോദിച്ചാലോ കേട്ടോ. 8ാമത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ അരുൺകുമാർ മിശ്ര. അത് കഴിഞ്ഞിട്ട് വിജയഭാരതി സയാനി ആക്ടിംഗ് ആയിട്ട് വന്നു. പിന്നെ 9th വൺ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യം. ത്രിവർണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയായി അംഗീകരിച്ചത് 47 ജൂലൈ 22-ന്. ഇന്ത്യയുടെ ദേശീയ ഗീതം ആരാണ്? ദേശീയ ഗീതം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. രവീന്ദ്രനാഥ ടാഗോർ ബംഗാളിൽ സ്ഥാപിച്ച സർവകലാശാലയുടെ പേര് എന്താണ്? വിശ്വഭാരതി സർവകലാശാല എന്നാണ്. 1888 അരുവിക്കരയിൽ ശിവപ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏതാണ്? ഇരവികുളം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? വേമ്പനാട് കായലാണ്. അടുത്തത് കേരളത്തിൽ നിന്നും ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത വനിത ആരാണ്? അതിന്റെ ഇടയിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നോ? അതെ, 44ാമത്തെ ചോദ്യം തന്നെയാണ്. കേരളത്തില് അല്ലെ ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത വനിത ആരാണ്? PT ഉഷയാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ സ്ഥിതി ചെയ്യുന്നത് മുതിരപ്പുഴയിലാണ്. നീലവിപ്ലവം നമ്മൾ ഫസ്റ്റ് പറഞ്ഞില്ലേ മക്കളെ? നീലവിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മത്സ്യം. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? AK ഗോപാലനാണ്. കേരളത്തിലെ ഏറ്റവും ആഴമുള്ള തുറമുഖം ഏതാണ്? വിഴിഞ്ഞം തുറമുഖമാണ്. കേരളത്തിലെ ആദ്യത്തെ മാതൃക മത്സ്യബന്ധന ഗ്രാമം ഏതാണ്? കുമ്പളങ്ങിയാണ്. ആധുനിക കാലത്തെ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. അടുത്തത് കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്ന് വിശേഷിപ്പിക്കുന്നത് ചട്ടമ്പി സ്വാമികളെയാണ്. 54ാമത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയത് മിഥുൻ ചക്രവർത്തിയാണ്. 54ാമത്തെയാണ് ചോദിച്ചത് കേട്ടോ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപത്തിന്റെ പേര് ആറ്റിങ്ങൽ കലാപം എന്നാണ്. പൊയ്കയിൽ യോഹന്നാനുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഏതാണ്? കുമാരഗുരുദേവൻ എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. അയിത്ത ജാതിക്കാർക്കായി തിരുവിതാംകൂറിൽ സർക്കാർ അനുമതിയോടെ ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം തുടങ്ങി. ഈ 2ഉം 4ഉം ഓപ്ഷനാണ് പൊയ്കയിൽ യോഹന്നാനുമായി ബന്ധപ്പെട്ട് ശരിയായത്. 55 ഇന്ത്യയിലെ 2ാമത്തെ ആണവോർജ ബാലിസ്റ്റിക് അന്തർവാഹിനിയുടെ പേര് INS അരിഘാത് എന്നാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 56ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ശരിയായ ജോഡികൾ ഏത് എന്നുള്ളതാണ്. ശരിയായ ജോഡി ഏതാണ് താഴെ പറയുന്നവയില്? VT ഭട്ടതിരിപ്പാടിന്റെ യോഗക്ഷേമ സഭ ശരിയാണ്. പണ്ഡിറ്റ് കറുപ്പന്റെ അരയ സമാജം ശരിയാണ്. 2ഉം 4ഉമാണ്. 56 ശരി. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തിയത് എവിടെയാണ്? അരുവിപ്പുറം ക്ഷേത്രത്തിലാണ്. ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായി കേരളത്തിൽ ആദ്യമായി ഉപ്പ് കുറുക്കൽ സമരം നടന്നത് എവിടെയാണ്? പയ്യന്നൂരാണ്. അടുത്തത് സ്വാതന്ത്ര്യാനന്തരം ഒരു ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി 2 മെഡലുകൾ നേടുന്ന ആദ്യത്തെ താരം ആരാണ്? മനു ഭാക്കറാണ്. കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നും ഭാരത കേസരി എന്നും അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവിന്റെ പേര് മന്നത്ത് പത്മനാഭൻ എന്നാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സസ്യമായി ബന്ധപ്പെട്ടതാണ്? റിക്സിയ എന്നത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ബയോഫൈറ്റ. എന്താണ്? ബ്രയോഫൈറ്റ. മനുഷ്യന്റെ പൂർണ്ണകാല ഗർഭത്തിന്റെ കാലയളവ് എത്രയാണ്? 270 മുതൽ 280 ദിവസം വരെയാണ്. തന്മാത്രാ തലത്തിൽ ജീവികളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്ന സാങ്കേതിക വിദ്യ ഏത് പേരിൽ അറിയപ്പെടുന്നു? DNA ബാർകോഡിംഗ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. താഴെ പറയുന്ന ഏതു ഹോർമോൺ ആണ് കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്? ഏതാണ്? മെലാട്ടോണിൻ എന്ന ഹോർമോൺ ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ മനുഷ്യനിൽ സെർവിക്കൽ ക്യാൻസറിന് കാരണമാകുന്ന വൈറസിന്റെ പേര് എന്താണ്? ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ്.
കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനം ആക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ആരോഗ്യക്ഷേമ പരിപാടിക്ക് വിളിക്കുന്ന പേര് എന്താണ്? അനുയാത്ര എന്നാണ്. ഡയോക്സിനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയായ ഉത്തരം കണ്ടെത്തുക. ഏതാണ്? അതായത് വിഷാംശമുള്ളതും പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നതുമായ രാസവസ്തുവാണ് ഡയോക്സിൻ. കൊഴുപ്പ് കലകളിൽ സംഭരിക്കുന്നു. വ്യവസായ പ്രക്രിയയുടെ ഉപോൽപ്പന്നങ്ങളാണിവ. മനുഷ്യരിൽ ഹോർമോൺ വ്യവസ്ഥയ്ക്ക് തകരാറുണ്ടാകുന്നതിനും ക്യാൻസറിനും കാരണമാകുന്നു. ഈ പ്രസ്താവനകൾ എല്ലാം തന്നെ ഡയോക്സിനുമായി ബന്ധപ്പെട്ട് ശരിയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഗുണമേന്മയുള്ള കൂണിനത്തിന്റെ പേര് ഭീമ എന്നാണ്. അടുത്തത് അസ്ഥികളുടെ ശരിയായ വളർച്ചയ്ക്കും കേടുപാടുകൾ പരിഹരിക്കുന്നതിനും സഹായകമായ സവിശേഷ കോശങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്? ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ. വൈറ്റമിൻ B12 അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം എന്താണ്? മെഗലോബ്ലാസ്റ്റിക് അനീമിയ. അടുത്തത് നോക്കൂ, 71ാമത്തെ ചോദ്യം എന്താണ്? പ്രോട്ടോണുകളും ന്യൂട്രോണുകളും നിർമ്മിച്ചിരിക്കുന്നത് ക്വാർക്കുകൾ എന്ന കണികകൾ കൊണ്ടാണ്. ഒരു അപ് ക്വാർക്ക് +2/3 ചാർജ് ഉള്ളതും ഒരു ഡൗൺ ക്വാർക്ക് -1/3 ചാർജ് ഉള്ളതും ഇവിടെ ഈ ഇലക്ട്രോണിന്റെ ചാർജ് ആണ് എങ്കിൽ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും ക്വാർക്ക് സംയോജനം ആകാൻ സാധ്യത ഉള്ളത് ഏതാണ്? പ്രോട്ടോൺ 2 അപ് ക്വാർക്ക് 1 ഡൗൺ ക്വാർക്ക്. അതുപോലെ തന്നെ ന്യൂട്രോൺ 1 അപ് ക്വാർക്ക് 2 ഡൗൺ ക്വാർക്ക് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനോടൊപ്പം ലഭിക്കുന്ന ഉപോൽപ്പന്നത്തിന്റെ പേരെന്താണ്? ജലമാണ്. 6 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഉപരിതലത്തേക്കും അവിടെ നിന്ന് ചന്ദ്രന്റെ ഉപരിതലത്തിലേക്കും കൊണ്ടുപോകുന്നു. വസ്തുവിന്റെ മാസിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്താണ്? എല്ലായിടത്തും അതിന് 6 കിലോഗ്രാം ആയിരിക്കും എന്നതാണ് ശരി. അടുത്ത ചോദ്യം എന്താണ്? താഴെ തന്നിരിക്കുന്നവയിൽ ഊർജത്തിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ്? ജൂൾ പെർ സെക്കൻഡ് ആണ് ട്ടോ. അടുത്തത് സാധാരണയായി നാം ഉപയോഗിക്കുന്ന താപനില സ്കെയിലുകളാണ് സെൽഷ്യസ് സ്കെയിൽ, ഫാരൻഹീറ്റ് സ്കെയിൽ, കെൽവിൻ സ്കെയിൽ എന്നിവ. സാധ്യമായ ഏറ്റവും താഴ്ന്ന താപനില ഈ 3 സ്കെയിലിലും എത്രയാണ് എന്നുള്ളതാണ്. ഏതാണ്? -273.15 ഡിഗ്രി സെൽഷ്യസ്, -459.69 ഡിഗ്രി ഫാരൻഹീറ്റ്, 0 കെൽവിൻ എന്നിവയാണ്. ചലനത്തെ സംബന്ധിച്ച ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു. അത് ഏതാണ്? ഇതില് ശരിയായിട്ടുള്ളത് ഏതാണെന്നാ ചോദിക്കുന്നത്? പ്രവേഗം സമപ്രവേഗത്തിൽ, ശരി അതാണ്. സമപ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന വസ്തുവിന്റെ ത്വരണം 0 ആണ്. 76 ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ കേട്ടോ. 77 പ്രകാശരശ്മി ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് കടക്കുമ്പോൾ അപവർത്തനം സംഭവിക്കാത്ത ചില സാഹചര്യങ്ങൾ താഴെ പറയുന്നു. ഏതൊക്കെയാണ്? മാധ്യമങ്ങളുടെ പ്രകാശീക സാന്ദ്രത തുല്യമായാൽ, പ്രകാശരശ്മി മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ ലംബമായി പതിച്ചാൽ, 2 മാധ്യമങ്ങൾക്കും ഒരേ അപവർത്തനാങ്കം ആയാൽ ട്ടോ. ഇനി അടുത്തത് 78ാമത്തെ ചോദ്യം. ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന ഒരു ഉപഗ്രഹത്തിന്റെ സ്ഥിതികോർജം E ആണെങ്കിൽ അതിന്റെ ഗതികോർജവും ആകെ ഊർജവും എത്രയാണ്? 78 ഓപ്ഷൻ ബി ആണ്. ഗതികോർജം -E/2, ആകെ ഊർജം എത്രയാണ്? E/2 എന്നുള്ളതാണ്. 78 ബി ആണ്. ഇതിൽ ശരിക്കും പറയുകയാണെങ്കിൽ സയൻസിന്റെ ഭാഗം കുറച്ച് ടഫാണ് അല്ലെ. ഇത്രയും ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അങ്ങനെ പഠിച്ചിട്ടില്ല അല്ലെ. ആവർത്തന പട്ടികയുടെ പിതാവ് മെന്റലിയഫ് ആണ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് മോസ്ലിയും. ഈ ആവർത്തന പട്ടികകളുടെ അടിസ്ഥാനം എന്താണ്? മെന്റലിയഫ് ആറ്റോമിക മാസ് അല്ലെ, മോസ്ലി ആറ്റോമിക നമ്പർ. അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അടുത്തത് 80ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് അയനിയാണ് അയനിയാണ് ശക്തമായി ചൂടാക്കി ലോഹം വേർതിരിക്കുന്നത്? അറിയാലോ, സിന്നബർ. ഏതാണ്? സിന്നബറിനെയാണ് അല്ലെ, മെർക്കുറിക് അല്ലെ.
അപ്പൊ ഇത്രയാണ് 80 ക്വസ്റ്റ്യൻസ്. ഇതിൽ സയൻസിന്റെ ഭാഗമാണ് കുറച്ച് ചോദ്യങ്ങൾ ഒരു ഇത്തിരി ടഫ് ആയിരുന്നു. അതുപോലെ തന്നെ ഇതിന്റെ എന്താ പറയാ നമ്മള് മാർക്കും വളരെയധികം കട്ട് ഓഫും വളരെ കുറവൊക്കെ തന്നെയായിരുന്നു. അപ്പോ എന്താ പറയാ ടഫാണ് പരീക്ഷ എന്നുള്ളത് നല്ല കാര്യമാണ്. കുറച്ച് പരീക്ഷ അത്രയ്ക്ക് ടഫായിരുന്നെങ്കിൽ ഒരു ആവറേജിന് മുകളിൽ ടഫ് ആവുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ. അപ്പൊ ടീച്ചർ പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്ലാസ്സിന് ഒരു ദിവസം കൂടി ഉള്ളൂ. അത് കഴിഞ്ഞാൽ റിവിഷൻ വേണോ എന്നുള്ളതിനെ കുറിച്ച് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ.